നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങളെ പിന്തുടരുക, അവ നേടാനായി പോരാടുക. സ്വാഗതം. ഇത് സ്വിസ് എഡ്ടെക് അശ്വമേധം പവർഡ് ബൈ മെറ്റാഫിസ് എഡ്യു കണക്ട്, മെഡിട്രീന ഹോസ്പിറ്റൽ, മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ആൻഡ് ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല. സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് പ്രേക്ഷകരുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. അഗാധ സൗന്ദര്യമുള്ള വാക്കുകളും സങ്കല്പങ്ങളുടെ ഇന്ദ്രചാപങ്ങളും കൊണ്ട് മലയാളിയുടെ കഥാലോകത്തിൽ സമാനതകളില്ലാത്ത തേജസ്സായി മാറിയ ഉറൂബ് എഴുതിയത് ഇങ്ങനെയാണ്: രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കൂടിച്ചേരൽ സംഭവിച്ചിരിക്കും എന്ന്. ആകസ്മികമായ അത്തരം കൂടിച്ചേരലുകളുടെ തുകയാണ് ജീവിതത്തിൻ്റെ സമവാക്യം എന്നും. സ്വാഗതം. ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും കണ്ടുമുട്ടലിലേക്കല്ല, മറിച്ച് വിവിധ മനുഷ്യരുടെ ഓർമ്മകളിലേക്ക്, അവരുടെ കാഴ്ചപ്പാടുകളുടെ സമാനതകളില്ലാത്ത സഞ്ചാരങ്ങളുടെ പരസ്പര കണ്ടുമുട്ടലിലേക്ക്, അശ്വമേധത്തിലേക്ക് സ്വാഗതം. ഇത് സ്വിസ് എഡ്ടെക് അശ്വമേധം പവേർഡ് ബൈ മെറ്റാഫിസ് എഡ്യു കണക്ട്, മണപ്പുറം, ബ്രില്യൻറ്റ് പാല, മെഡിട്രീന ഹോസ്പിറ്റൽസ്. ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് മധ്യകേരളത്തിൽ നിന്നും ലോകമെമ്പാടുമുള്ള ആസ്വാദകരുടെ മനസ്സിലേക്ക് ഇടം കണ്ടെത്തിയ ഒരു പാചക വിദഗ്ധനായ പ്രതിഭയാണ്. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഇന്ന് അദ്ദേഹം ഒരു പാചക വിദഗ്ധൻ മാത്രമല്ല, ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഓൺടർപ്രന്യൂവർ കൂടിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പാചക വൈവിധ്യങ്ങൾ, പാചക പ്രതിഭ ഇതൊക്കെ തിരിച്ചറിഞ്ഞവരുടെ എണ്ണവും വളരെ വലുതു തന്നെ. കൂടുതൽ ആമുഖങ്ങളില്ലാതെ സ്വാഗതം ചെയ്യുന്നു മലയാളികൾക്ക്, സാമൂഹ്യ മാധ്യമ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ ആ പ്രതിഭയെ. ഷെഫ് നളൻ, വാക്ക് ഇൻ പ്ലീസ്. വെൽക്കം ടു ദ ഷോ നളൻ. Thank you, sir. Thank you so much. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, അടിപൊളി. കന്നഡ അത് കൊള്ളാം, അതും കൊള്ളാം. ഇത് നമ്മൾ ഈ തവിയെല്ലാം ഇടുന്ന റാക്ക് പോലെയാണ്. അത് ആക്ച്വലി തവി വയ്ക്കുന്ന റാക്കാണ്. ആണ്. സ്പൂണ്, ഫോക്ക്, നമുക്കൊരു ടേസ്റ്റിംഗ് സ്പൂൺ കാണും, അതൊക്കെ വെക്കുക. നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ വയ്ക്കുക. നളൻ്റെ നാട് കോട്ടയം. ഞാൻ ബേസിക്കലി കുണ്ട്ര, കൊല്ലം. കൊല്ലമാണ്. അല്ല, കോട്ടയത്താണ് റെസ്റ്റോറൻറ്റ്. എൻ്റെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം കോട്ടയത്താണ്. ഞാൻ പ്രേക്ഷകരോട് മധ്യകേരളത്തിൽ നിന്ന് പറയുകയും ചെയ്തു കോട്ടയമാണെന്ന് കരുതി. അതെ, കോട്ടയത്താണ് ഇപ്പോൾ ഒരു തിരുത്തുണ്ട് പ്രേക്ഷകരോട്. കോട്ടയത്താണ് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഞാൻ കുണ്ട്ര വൈദ്യശാലയിലാണ്, നീരൊഴുക്കിൽ എന്ന് പറയുന്ന 150 വർഷം പാരമ്പര്യമുള്ള ആയുർവേദിക് കുടുംബത്തിലാണ്, മംഗലശ്ശേരി എന്ന് പറയുന്നത്. അതെ, വലിയ വൈദ്യർ, ഓല ഗ്രന്ഥങ്ങളൊക്കെ ഉള്ള വൈദ്യശാലയിലാണ്. അപ്പോൾ അത് ആഹാരമാണ് ഔഷധം എന്ന് വിശ്വസിക്കുന്ന ഒരു ജേണിയാണ് എൻ്റെ. ഫോർ ലാസ്റ്റ് 10 years. പണ്ട് ആളുകൾ പറയും അല്ലേ, ഈ മരുന്ന് പോലെ ആഹാരം കഴിച്ചില്ലെങ്കിൽ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് മനസ്സിലാക്കി ജീവിക്കണം എന്നുള്ളതാണ് ആ കാര്യം. ഒരു നേരം കഴിക്കുന്നവൻ യോഗി അല്ലേ, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി. അതിനൊരു മാറ്റം എന്ന് പറയുന്ന അളവിൽ കഴിക്കുന്നവൻ. ഇപ്പോഴത്തെ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് 6 നേരം കഴിക്കണം എന്നാണ്. അളവ് കുറച്ച് 6 നേരമായി കഴിക്കണം എന്നുള്ളത്. നമ്മളൊരു തീറ്റ മത്സരം ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ ഏതൊരു ഫുഡ് നമ്മുടെ ടേബിളിൽ വന്നാലും നമ്മൾ മനസ്സുകൊണ്ട് അതിൻ്റെ വെയിറ്റ് ഒന്ന് തൂക്കിയാൽ, അതിൻ്റെ ന്യൂട്രീഷൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ, നമ്മളെ സെൽസ് തന്നെ, നമുക്ക് 70 മില്യൺ സെൽസോൾ നമ്മളെ ബോഡിയിലുണ്ടെന്നാണ് പറയുന്നത്. ഈ സെൽസിനെല്ലാം ബേസിക്കലി ഇൻ്റലിജൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചെടികൾക്ക് ബ്രെയിൻ ഇല്ലല്ലോ. ഈ ചെടി ലൈറ്റ് അന്വേഷിച്ച് എങ്ങനെ പോകുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് സെൽസിൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളതാണ് കാഴ്ചപ്പാടുകൾ. അപ്പോൾ നമ്മൾ സെൽസിനെല്ലാം ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് കുത്തരിച്ചോറ്, കാന്താരി ചമ്മന്തി, ചക്ക അവിയൽ. ജഗദീഷ് ചന്ദ്രബോസിൻ്റെ സിദ്ധാന്തമാണത്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വായിക്കൂടെ വെള്ളം വരുന്നത്. തടി എന്ന് പറയുന്നത് ഒരഴകാണ്. ബേസിക്കലി മധുചേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പ്രേംനസീർ സാർ പോയി എന്ന് പറയുന്നത് പോലാണ്. നമ്മൾ തടിയിലല്ല കാര്യം, നമ്മൾ എത്രത്തോളം ആരോഗ്യ സമ്പന്നനാണ് എന്നുള്ളിടത്താണ് കാര്യം. ചില ജനറ്റിക്സിൽ നമുക്ക് തടി ഉണ്ടാവാം, പക്ഷെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. അതിന് നമ്മളെ ബോഡിയെ നമ്മൾ ടെമ്പിളായിട്ട് കണ്ടിട്ട് നമ്മളതിൽ ഡയറ്റി ആയിരിക്കണം.
അതിലും വിട്ടിട്ട് നമ്മളെല്ലാവരും ഡയറ്റിൻ്റെ പിറകെ ഓടുകയാണ്. നമ്മളൊരു ഡയറ്റി ആകുമ്പം ഈ വെസ്റ്റ് ഇൻഡീസിലൊരു ക്രിക്കറ്റർ ഉണ്ട്, അയാളുടെ പേര് റഹീം കോൺവാൾ എന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്രിക്കറ്റർമാരിൽ ഒരാൾ അയാളാണ്. ഏകദേശം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പകുതി വരും റഹീം കോൺവാൾ. നന്നായിട്ട് ബാറ്റ് ചെയ്യും, സ്പിൻ ബൗളറുമാണ്. അത് ഡൈവ് ചെയ്തൊക്കെ ചില ക്യാച്ചുകൾ എടുക്കുന്നത് കാണണം റഹീം കോൺവാൾ. ഒരു ഒന്നാം തരം തടിയനാണ്. കുങ്ഫൂല് പോലും സോൾട്ട് അടിക്കുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു, ബേസിക്കലി അണിമ, ലഖിമ, ഗരിമ എന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി വെയ്റ്റിനെ പോലും സൂപ്പർ ഹ്യൂമൻ തോട്ട് പ്രോസസ്സിൽ 0 ഗ്രാവിറ്റിയിൽ കൊണ്ടുവരാൻ മനുഷ്യന് കഴിവുണ്ടായിരുന്നു, കഴിവ് ഇന്നുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനത്. ഞാൻ ചൈനയിൽ തന്നെ 5 years ഉണ്ടായിരുന്നു. ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് വിത്ത് മെനി പീപ്പിൾ ദേ. അവിടെ ഒരു 100 കിലോ ഉള്ളവനും 105 കിലോ ഉള്ളവനും ഒരു ബക്കറ്റിൻ്റെ സൈഡിൽ നിന്ന് ആ ബക്കറ്റ് മറിയില്ല. സോ വെയർ ഇസ് ദ വെയിറ്റ് ഗോൺ? സോ ഈ കാര്യങ്ങളൊന്നും മെഡിറ്റേഷനിൽ അതിന് പറയുന്നത് ആങ്സി എന്നാണ്. അതായത് നമ്മുടെ നേവലിന് ഒരു വിരലും ജെനിറ്റൽ ഓർഗൻസിന് ഒരു വിരൽ മുകളിലുമായുള്ള ഒരു ഇമാജിനറി പൊസിഷൻ, നമ്മൾ ഈ കുണ്ടലിനി എന്നൊക്കെ പറയുന്നത് തന്നെ, അങ്ങോട്ടേക്ക് നമ്മുടെ എനർജി റിസോഴ്സിനെ, ദാറ്റ് ഈസ് ആക്ച്വലി ശരീരത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. കൃത്യമായ ആ പോയിന്റിൽ, ദാറ്റ് ഈസ് കോൾഡ് ഹര, ആ പോയിന്റിൽ മനുഷ്യ ശരീരത്തിനെ നിർത്താൻ കഴിഞ്ഞാൽ രണ്ട് വശത്തെയും ഭാരം തുല്യമാകും എന്നുള്ളതാണ്. ഈ പോയിന്റിലാണ് എനർജി സെൻറ്റർ എന്നാണ്. ഈ പോയിന്റ് ചെറുതായി ഒന്ന് ഡിസ്ട്രക്ട് ചെയ്താൽ മതി ആൾ മരിക്കാനാണ്. അതുകൊണ്ടാണ് സെൻ ബുദ്ധിസ്റ്റുകൾ ജപ്പാനിൽ ഹരകിരി, കിരി ഈസ് ഡിസ്ട്രക്ഷൻ, ഹരകിരി എന്നാൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഹര. അവരുടെ സൂയിസൈഡ് രീതി എന്ന് പറയുന്നത് നീഡിൽ പോലുള്ള ഒരു ഉപകരണം 2 സെൻ ബുദ്ധിസ്റ്റുകൾ ചേർത്ത് വെച്ചിട്ട് ആലിംഗനം ചെയ്താൽ നിമിഷത്തിൽ വേദന ഇല്ലാതെ അവർ മരിക്കും എന്നുള്ളതാണ്. ഹരയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. സന്തോഷം താങ്കളെ കാണാൻ കഴിഞ്ഞതിൽ. ലൈക്ക്വൈസ്. ഞാനിങ്ങനെ ആമുഖത്തിൽ പറയുമായിരുന്നു, 2 പേർ തമ്മിൽ കണ്ടുമുട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആനന്ദബോസ് എന്തോ അവാർഡ് എന്നൊക്കെ ഞാൻ അറിഞ്ഞു, നമ്മുടെ ബംഗാൾ ഗവർണർ. അതെ, എനിക്ക് എൻ്റെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കഞ്ഞിയാണ്. 5 ധാന്യങ്ങൾ, മില്ലറ്റ്സോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമല്ല, 5 ധാന്യങ്ങൾ ഒരു സ്പെഷ്യൽ സൺലൈറ്റിൽ നമ്മൾ മുളപ്പിച്ച് ഉണക്കി നുറുക്കി ഒരു സ്പെഷ്യൽ സൺലൈറ്റിൽ ഡ്രൈ ചെയ്യും. മാൻമെയ്ഡാണ്. ഈ കഞ്ഞി 50 ഗ്രാം മതി ഒരു നേരം കഴിക്കാൻ. അതും 50 രൂപ താഴെ വരും. ഇത് ബേസിക്കലി ഒരു ഫുഡാണ്, മെഡിസിൻ അല്ല. ഫുഡ് ഈസ് മെഡിസിൻ എന്ന് പറയും. ഭയങ്കര ഡെലീഷ്യസുമാണ്. അപ്പോൾ ബോസാറിനെ ഞാനൊരു മീറ്റിങ്ങിൽ ഒരു ഫുഡ് ഫെസ്റ്റിവലിന് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഈ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു 5 കിലോ കൊടുക്കുക. അതിനുശേഷം പുള്ളി അത് റെഗുലറായിട്ട് കഴിച്ചു. പുള്ളിയുടെ എയിൽമെൻറ്റ്സിന് ഒരുപാട് ഭേദമായി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ കൽക്കട്ടയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. കഞ്ഞിയുടെ കൂടെ കുറച്ച് പയറും കുറച്ച് പപ്പടവും കുറച്ച് പൊരിച്ച ഉണക്ക മീനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഗംഭീരമായി. ഉണക്കമീൻ, അതെ, ഉണക്കമീൻ ഒഴിവാക്കിയിട്ട് മുളപ്പിച്ച പയറും ചുട്ട പപ്പടവും കാന്താരി ചമ്മന്തിയും ഒക്കെ കഴിക്കാം. അതേപോലെ നമ്മളുടെ അമ്പലങ്ങളിലോ പണ്ട് ഈ കഞ്ഞിയുടെ കൂടെ തന്നെ കറി, കൂട്ടുകറി, ആ കൂട്ടുകറി എന്ന് പറയും. ആ അസ്ത്രം എന്നാണ് അതിന് നമ്മളുടെ നാട്ടിലെ. അത് ചേർത്ത് കഴിച്ചാൽ മതി. നമ്മുടെ ബോൾ മൂവ്മെൻറ്റ് നന്നാവും. ഇതിനെല്ലാം അണ്ടർ റേറ്റഡ് ആയിട്ടാണ് ആൾക്കാർ, മലയാളികൾ ഈ നാട്ടിലുള്ള. ഞാൻ പലപ്പോഴും കഞ്ഞി കുടിക്കാറുണ്ട്. നമ്മുടെ അനീഷയാണെങ്കിൽ ഫുൾ ടൈം കഞ്ഞിയാണ് അല്ലേ? പുറമേ ഉള്ള രാജ്യത്തുള്ള ആൾക്കാർ, NRIസിനാണ് കൂടുതലും എൻ്റെ ഫുഡ് പ്രോഡക്ട്സിനോട് അല്ലെങ്കിൽ എൻ്റെ കിസീനോട് ഒരുപാട് താല്പര്യമുള്ളത്. അതിൽ പ്രധാനം ഞാനിപ്പം റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്നത് നാട്ടിലെ കള്ള് ഷാപ്പുകളാണ്. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മിനിസ്റ്ററിനോട് ചോദിച്ചു, KTDC വിൽക്കേണ്ടത് തെങ്ങും കള്ളും കപ്പയും കറിയുമാണോ അതോ ബിയറും വൈനും ആണോ? കാരണം കേരള ടൂറിസം, ഞാൻ വേൾഡ് വൈഡ് ട്രാവൽ ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഓരോ ടൂറിസം ജോണറിലും അവരുടെ റെസിപ്പിയും അവരുടെ വൈനുമാണ് സെർവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നതല്ല, പക്ഷേ ടൂറിസം ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ചൈന ആയാലും ശരി, ജപ്പാനായാലും ശരി, എന്തിനാ നമ്മളെ തായ്ലൻഡ് ആണെങ്കിൽ പോലും അവരുടെ തായ് ഫുഡ് എന്ന് പറഞ്ഞ് തലയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അല്ലേ? നമ്മളുടെ ഇവിടുത്തെ ഊണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ വേൾഡ് മൊത്തം കറങ്ങിയതിലും വീട്ടിലെ ഊണെന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെച്ച് നമ്മളുടെ ആചാരത്തിലുള്ള ആഹാരം വയ്ക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഇല്ലെങ്കിൽ കണ്ടിട്ടുള്ളത് എൻ്റെ സ്വന്തം കേരളമാണ്. കാരണം വേറെ എങ്ങും വീട്ടിലെ ഊണെന്നോ വീട്ടിലെ സൂപ്പെന്നോ വെച്ച് തായ്ലാൻഡിലോ ചൈനയിലോ യൂറോപ്പിലോ ഒന്നും വിൽക്കാറില്ല. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർ ക്വാളിറ്റി ഉള്ള റെസ്റ്റോറൻറ്റുകൾ പോലെ കേരളത്തിൻ്റെ കുത്തരിച്ചോറ്, കാന്താരി ചമ്മന്തി, കഞ്ഞി, പയർ, പുട്ട്, പപ്പടം ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഞാനൊരു റെസ്റ്റോറൻറ്റ് ഡിസൈൻ ചെയ്തത്. അതിനകത്ത് എൻ്റെ ചൈനീസ് മെമ്മറീസ് ഉള്ളത് കൊണ്ട് കഴിക്കാൻ വരാം. അതെ, വരണം. അപ്പം സന്തോഷം ശ്രീനളൻ, കണ്ടതിൽ സന്തോഷം. എന്താ റെസ്റ്റോറൻറ്റ് പേരെന്തായിരുന്നു? ഷെഫ് നളൻ. എല്ലാ റെസ്റ്റോറൻറ്റും? അതെ അതെ, ഷെഫ് നളൻ ട്രോപ്പിക്കൽ ടോഡി ലോഞ്ച്. കോട്ടയത്ത് എവിടെയാണത്? ഇത് ബേസിക്കലി മുട്ടിയറ പോകുന്ന റൂട്ടിലുണ്ട്.
നാലുമണിക്കാറ്റിലുണ്ട്. ഇത് പേരല്ലേ, നാലുമണിക്കാറ്റ്. 4 മണിക്കാറ്റ്. വേൾഡ് വൈഡ് ടൂറിസത്തിൽ റോഡ് സൈഡ് ടൂറിസം സെൻട്രൽ ഗവൺമെൻറ് അസോസിയേറ്റ് ആയിട്ട്, അതായത് 4 മണിക്ക് അതിലേക്കൂടെ ഒരു കാറ്റ് സഞ്ചരിക്കുമെന്നും ഈ കാറ്റ് കൊള്ളാനായിട്ട് വീക്കെൻഡ്സിൽ ബീച്ചിലെ പോലെ ജനങ്ങൾ ആ വഴിയോരത്ത് വന്നിരിക്കുമെന്നുള്ളതും ഭയങ്കര. അത് പൊന്നൻ കുര്യൻ സാറാണ് വയനാട്ടിൽ പാതിരാനിലാവെന്നോ അങ്ങനെ എന്തോ ഒരു സ്ഥലം ഉണ്ടല്ലോ. ഉണ്ട്. ഇത് പൊന്നൻ കുര്യൻ സാറിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ട ഒരു കാര്യം. കാരണം കച്ചട പിടിച്ചു കിടന്ന ഒരു സ്ഥലത്തിനെ ഒരു ടൂറിസമായിട്ട് കൺവേർട്ട് ചെയ്തൊരു മനുഷ്യനാണ്. അവിടെ ഈ നമ്മളുടെ ലേഡീസ് ഉണ്ടല്ലോ, ഈ കുടുംബശ്രീ ലേഡീസ്, അവരുടെ ക്ലിനിക്കൽ തട്ടുകടകളുണ്ട് അവിടെ. ഒരു ദിവസം വരണം, എല്ലാവരും വന്ന് അവിടുന്ന് ചായയും കടിയൊക്കെ കഴിച്ച് 4 മണി കാറ്റൊക്കെ കൊള്ളണം. അശ്വമേധം കണ്ടിട്ടുണ്ട്? തീർച്ചയാണ്. ഞാൻ വിദേശത്തായിരുന്നു. അപ്പം നമ്മളുടെ ടെലിവിഷൻ ചാനലുകളിൽ നമ്മളിരുന്ന് ആര് ജയിക്കും, താങ്കളൊന്ന് തോറ്റ് കാണണം എന്ന് വാശിയോടൊക്കെ ആയിരിക്കുമല്ലോ ഞങ്ങളിരുന്ന് കാണും. അതിപ്പോൾ നടക്കട്ടെ. ഇല്ലേ, തമാശ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കുടുംബം? വൈഫ്, മകൻ. വൈഫ് IMSൽ അക്കാഡമിക് ഡീനാണ്, ബൃന്ദ ഷൈൻ എന്ന് പറയും. അതേപോലെ സൺഷൈൻ, SUN സൺഷൈൻ LLBക്ക് പഠിക്കുന്നു ഭാരത് മാതാ കോളേജിൽ. ആദ്യ മേഖലയിലേക്ക് പ്രിയങ്കരനായ ഈ പ്രതിഭയോടൊപ്പം ആയുർവേദത്തിൻ്റെ പൈതൃകത്തിൽ വളർന്ന് ആഹാരം ഔഷധമാണ് എന്ന അടയാളപ്പെടുത്തലിലൂടെ സഞ്ചരിക്കുന്ന പ്രിയങ്കരനായ ഈ ഷെഫിനോടൊപ്പം, ശ്രീ നളനോടൊപ്പം കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ആദ്യ മേഖലയിലൊരു വ്യക്തിയെ താങ്കൾ കണ്ടെത്തണം. ആദ്യ സൂചന ഇതാണ്. മൈൽ സങ്കേതം. ചൂളന്നൂർ ഏത് ഭാഗത്തായിട്ട് വരും, അതാണ് വിഷയം. എന്നാലും ഒത്തിരി പ്രയാസമായിരിക്കും അല്ലേ? തൃശ്ശൂരോ പാലക്കാടോ ഒക്കെ ആയിരിക്കണം ചൂളന്നൂർ തോന്നുന്നു. രണ്ടാമത്തെ സൂചനയിലേക്ക് പോവാം. ഓക്കെ. ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിൽ പറയുന്നത് രാമപാണി വാദൻ എന്ന് പണ്ട് പരാമർശിക്കപ്പെട്ടത് സത്യത്തിൽ ഇദ്ദേഹത്തെ തന്നെയാണ് എന്ന്. ഇത്രയും പണ്ഡിതനാണ് താങ്കളെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അതിൻ്റെ ഉത്തരം അറിയില്ല. ഉത്തരം അറിയില്ല എന്ന് പറയണ്ട, താങ്കൾക്ക് വളരെ പരിചയമുള്ള ഒന്നിനെ കുറിച്ച് താങ്കൾക്ക് അറിയാവുന്ന ഒരു പേരെ ഞാൻ ചോദിക്കൂ. മൂന്നാമത്തെ സൂചന കടുപ്പമായിരിക്കും. അതെ. ദേവനാരായണൻ്റെ രാജാക്കന്മാരാണ്. ദേവനാരായണൻ്റെയും മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിൻ്റെയും സദസ്സിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകൾ. പുരാണങ്ങളിൽ ഉള്ള മനുഷ്യനാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് രോഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലോ ഇനി. നാലാമത്തേത് ഒരു രോഗമാവട്ടെ. ഇദ്ദേഹത്തിൻ്റെ മരണകാരണം ഹൈഡ്രോഫോബിയ ആയിരുന്നു എന്ന് പരക്കെ പ്രചരിച്ചിട്ടുള്ള ഒരു ചരിത്ര കഥയുണ്ട്. കഥയും സത്യവുമാകാം, നമുക്ക് ആ കാലത്തെ കാര്യങ്ങൾ അത്ര കണ്ട് തെളിയിക്കപ്പെട്ടില്ല എങ്കിലും പ്രചാരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മരണകാരണം ഹൈഡ്രോഫോബിയ അറിയാമല്ലോ, റാബീസ് കൊണ്ടുവരുന്നതാണ്. പേവിഷബാധയുമായി ബന്ധപ്പെട്ടാണ് വന്നത് എന്നാണ് പ്രചരിക്കപ്പെടുന്നത്. പക്ഷെ അതിനെപ്പറ്റി കൂലങ്കർഷമായി പേവിഷബാധയേറ്റാണ് ഇദ്ദേഹം മരിച്ചത് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അവസാന സൂചന തരാം. അത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയുടെ നമ്മുടെ കുട്ടികളൊക്കെ പെർഫോം ചെയ്തതിൻ്റെയൊക്കെ ഒരു ഓഡിയോ നമുക്ക് കേൾക്കാം. അപ്പോൾ താങ്കൾക്ക് ഉത്തരമായി അത് കേൾക്കുമ്പോൾ. ഇപ്പോൾ താങ്കൾ കേട്ടത് തുള്ളലാണ്. ആരായിരിക്കും? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരാണ്. കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരാണ്. കിള്ളിക്കുറിശ്ശിമംഗലത്തെ തേജസ്സായ കുഞ്ചൻ നമ്പ്യാരാണ്. ശരിയാണ്. കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചാണ് ഉള്ളൂർ പറഞ്ഞത്. രാമപാണി വാദൻ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യത്തിൽ കുഞ്ചൻ നമ്പ്യാരാണ് എന്നാണ് ഉള്ളൂരിൻ്റെ അഭിപ്രായം. മറിച്ചും അഭിപ്രായങ്ങളുണ്ട്. മാർത്താണ്ഡവർമ്മയുടെയും ദേവനാരായണൻ്റെയും അമ്പലപ്പുഴയിലുമൊക്കെ അദ്ദേഹം സന്നിധിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒട്ടുമിക്ക രാജസദസ്സുകളിലും ഉണ്ടായിരുന്നു. ആക്ഷേപഹാസ്യത്തിൻ്റെയും കൃത്യമായ സാമൂഹ്യ വിമർശനത്തിൻ്റെയും വക്താവായിരുന്നു. താങ്കളൊരു ഷെഫായതുകൊണ്ടാണ് അങ്ങ് ഓർമ്മിച്ചത്. പാചകത്തിലെ പിഴവുകളെ പോലും കവിതയിലൂടെ തിരുത്തിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പ്രതിഭയാണ്. അതെ.
Anyhow, congratulations. You are qualified to take part in Ashwamedham and Anisha, please. അതെ, ഈ ഡ്രസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ബ്ലാക്ക് ആയിരിക്കണം. ഞാൻ പുറത്തല്ലായിരുന്നു പഠിച്ചത്, അപ്പോൾ എല്ലായിടത്തും വൈറ്റാണ് അവർ എൻ്റർടൈൻ ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ വന്നു ഞാൻ ബ്ലാക്കിലേക്ക് എൻ്റർ ചെയ്യുന്നത് നമ്മളുടെ ഒരു കലാചാരങ്ങളും നമ്മളെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറമാണ് കറുപ്പ്. അതെ, അപ്പോൾ അതുകൊണ്ടാണ് ബ്ലാക്കിൽ ക്ലിങ് ഓൺ ചെയ്തിട്ട് നാട്ടിലുള്ള ഷെഫന്മാർക്ക് ഒരു പ്രചോദനം. ഇല്ലെങ്കിൽ പലരും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് മാറിപ്പോകുന്നുണ്ട്. ആ ഒരു പ്രൊഫൈലിനെ എൻഹാൻസ് ചെയ്യാനോ ഒരു സ്റ്റാർഡം കൊടുക്കാനോ പലർക്കും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സിനാണ് കൂടുതലും ഇവിടെ ചാൻസസും ഈ സൊസൈറ്റിയിൽ വാല്യൂ ഉള്ളത്, കൂടുതലും ഡോക്ടേഴ്സിനാണ്. അപ്പോൾ ഞാൻ സെഷൻ കൊടുക്കുമ്പോൾ പറയാറുണ്ട്, ഡോക്ടേഴ്സ് ടേക്ക് നൈഫ് ടു സേവ് ലൈഫ്, ഷെഫ് ടേക്ക് നൈഫ് ടു ഗിവ് ലൈഫ്. So we are beyond doctors, we are food scientists. So once you start cooking, താങ്കൾ ഒരു ഡോക്ടർ എന്നതല്ലല്ലോ, ആയുർവേദത്തിൻ്റെ അടിത്തറയാണല്ലോ അല്ലേ ജിനി? ബേസിക്കലി അതൊരു ബ്ലെസ്സിങ് ആണ്. കാരണം ആ ഒരു ഹെറിറ്ററിയിൽ വന്നതുകൊണ്ട് നമുക്ക് ആ ഫുഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹെർബ്സ് വെച്ചാണ് കുക്ക് ചെയ്യുന്നത് കൂടുതലും. ആരംഭിക്കാം. സർ, അപ്രൂവ്ഡ്? അപ്രൂവ്ഡ്. ആദ്യ ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പ്രിയപ്പെട്ട ഈ വ്യക്തിത്വത്തിനെ, ആദരണീയനായ ഷെഫ് നളനെ നമുക്ക് സ്വാഗതം ചെയ്യാം. യാഗം. ശ്രീ നളൻ അങ്ങ് വിചാരിച്ച വ്യക്തി ഒരു മലയാളി അല്ല. പുന്നശ്ശേരി നമ്പിയും പുലാമന്തോൾ മൂസതും അടക്കമുള്ള ആരുമല്ല എന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്നിങ്ങനെ താങ്കളുടെ പശ്ചാത്തലമൊക്കെ പറഞ്ഞപ്പോൾ അഷ്ടവൈദ്യന്മാരിലേക്ക് മനസ്സ് പോയി. ഇന്ത്യൻ അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. യൂറോപ്യൻ? Can't claim European. Can't. I cannot say European. അല്ല, No. അമേരിക്കൻ കോണ്ടിനെന്റ്സ്? Yes. USA? US. രാഷ്ട്രീയം, കലാസാഹിത്യം? No. സ്പോർട്സ്, സയൻസ്? Could be science. 1950 ശേഷം വരണം? Yes. സാധാരണഗതിയിലും വരണം? സാധാരണഗതിയിൽ മരണം നാച്ചുറൽ ഡെത്ത്. 10 ചോദ്യങ്ങൾ യജ്ഞം. രണ്ടായിരത്തിന് ശേഷം വരണം? അല്ല. എൻവയൺമെന്റൽ സയൻസോ മെഡിക്കൽ സയൻസ് റിലേറ്റഡോ ആണോ? Environmental science. എൻവയൺമെന്റൽ സയൻസ്. നേച്ചർ? മിനറോളജിയോ മറൈൻ എഞ്ചിനീയറിംഗോ ആണോ? Both. Can connect with both. മിനറോളജി, മറൈൻ എഞ്ചിനീയറിംഗ്. പക്ഷെ അപ്പോൾ സയൻസിൽ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ലായിരുന്നു. മിനറോളജി, ഖനിശാസ്ത്രങ്ങൾ. More than that, so that is why. നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നും അല്ലാതെ വേറെ ശാസ്ത്രശാഖയുണ്ട്? അല്ല. ഞാൻ പറഞ്ഞത് ശാസ്ത്രശാഖയല്ല, പക്ഷേ ബേസിക്കലി ഈസ് എ ബിറ്റ് മോർ ദാൻ ദാറ്റ്. പുള്ളി അങ്ങനെ നമുക്ക് ഒരു ചെറിയ കാര്യത്തിൽ ഒരു വലിയ കാര്യത്തിലോ ചെറിയ കാര്യത്തിലോ ഒന്നും ക്ലാസിഫൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ബേസിക്കലി മെറൈൻ ഈ പറയുന്ന മിനറോളജിയിൽ തന്നെയാണ് ക്ലിങ് ഓൺ ചെയ്യുന്നത്. ബട്ട് ബേസിക്കലി അത് മാത്രം എന്ന് പറഞ്ഞിപ്പം താങ്കളെ ഒരു അവതാരകൻ എന്ന് മാത്രം പറയാൻ പറ്റില്ലല്ലോ. യു കുഡ് ബി എ ലോയർ, യു കുഡ് ബി സംതിങ് എൽസ്. ബട്ട് മെയിൻലി വിത്ത് മെഡിക്കൽ റിലേറ്റഡ് ഒന്നും ഇല്ലല്ലോ? മെഡിക്കൽ റിലേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. ഇല്ല. ആൾട്ടർനേറ്റീവ് മെഡിസിനും അങ്ങനെയുള്ള താങ്കളുടേതായ രീതികളൊന്നും ഇല്ല? ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സന്ദീപ് ചോപ്രയുടെ പ്രാണിക് ഹീലിംഗ് പോലുള്ള ഈ എന്താ പറയുക, സെൽഫ് റിയലൈസേഷനിലൂടെ ട്രീറ്റ്മെൻറ്റ്, ഭക്ഷണത്തിലൂടെയുള്ള ശരീര ആരോഗ്യവൽക്കരണത്തിന് ആണ് പ്രാണിക് ഹീലിംഗ്. ബേസിക്കലി അത് തന്നെയാണ്. പ്രാണായാമവും ആരോഗ്യവും അടക്കമുള്ള രീതികൾ അത്തരത്തിലുള്ളതല്ലോ. ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ക്ലൂ വേണ്ട, യെസ് ഓർ നോ മാത്രമേ പറയാവൂ. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല.
അതായത് ഞാൻ ചോദിച്ച അത്രേ ഉള്ളൂ. അതായത് അദ്ദേഹം ഒരു എന്താ പറയുക, മനുഷ്യൻ്റെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു രീതി, ഒരു തെറാപ്യൂട്ടിക്കൽ രീതിയൊന്നും ആവിഷ്കരിച്ച ആളല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. രീതി ആവിഷ്കരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ രീതിയിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുത്തൊരു വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഞാൻ ചോദിച്ചത് അതല്ല, ഏത് മറൈനല്ല ഞാൻ ചോദിച്ചത്, മറൈൻ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചല്ല, ആഹാരവുമായി. താങ്കളൊരു ഷെഫായതുകൊണ്ടാണ് അങ്ങനെ ആഹാരവുമായി സംസ്കാരവുമായി ബന്ധപ്പെട്ട ഭക്ഷണ സംസ്കാരവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ്. അങ്ങനെ വേണമെങ്കിൽ അതാണോ പ്രധാന ഐഡന്റിറ്റി? പ്രധാന ഐഡന്റിറ്റി ആഹാരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ ആദ്യമേ ചോദിക്കേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ. താങ്കൾ ശാസ്ത്രം എസ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡീവിയേറ്റ്. ശാസ്ത്രം ആഹാരമാണല്ലോ. അപ്പോൾ ഒരു ഷെഫല്ല, ഷെഫാണെങ്കിൽ കലയിൽ വരണം. ഇത് കലയിൽ വന്നിട്ടില്ല. അത് ഞാൻ പറയില്ല. ഇല്ല, വന്നില്ല. താങ്കൾ അല്ലാന്ന് പറഞ്ഞത്. ശാസ്ത്രീയം, കലാ, സാഹിത്യം നോ തന്നെ. അതെ, നോ ആണ്. Was he a writer? Yes. He was not a writer, but he wrote about this. അദ്ദേഹത്തിനെ യൂറോപ്യൻ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. ഏഷ്യൻ എന്ന് പറയാമോ? പറ്റില്ല. ഈ ഒഹാസവയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണോ? ഒഹാസവയുടെ കൂടെ കോദർ ചെയ്ത ഒരു റൈറ്ററാണോ? അല്ല. അല്ല. അദ്ദേഹത്തിൻ്റെ ആഹാര സമീപനം മത്സ്യങ്ങളുമായോ സോൾട്ടുമായോ ബന്ധപ്പെട്ടാണോ? രണ്ടാമത്തത് സോൾട്ടുമായി ബന്ധപ്പെട്ട്. അത് ശരിയാണ് സർ. കറക്റ്റ്. സീ സാൾട്ടിന് ഡൂയിനാണ്. അത് ഇല്ല, വാസവയുടെ ഫാദറല്ല. ഇല്ല. യെസ്, കൺഗ്രാറ്റുലേഷൻസ്. പറഞ്ഞത് ജാക്ക് ഡി ലാംഗ്രെ. ജാക്ക് ഡി ലാംഗ്രെ ഗ്രെയിൻസ് ആൻഡ് സാൾട്ട് സൊസൈറ്റി ആരംഭിച്ച മനുഷ്യനല്ലേ? അതെ. കെൽറ്റിക് സോൾട്ട് അഥവാ സെൽറ്റിക് സോൾട്ട് മാൻകൈൻഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീ സോൾട്ട് ഒരുപക്ഷെ നമ്മളുടെ ബോൺ എടുത്ത് പൊടിച്ചൊരു ഗ്ലാസ് വെള്ളമാക്കി മാറ്റിയാൽ സീ സോൾട്ടുമായിട്ട് കംപ്ലീറ്റ് മിനറൽസ് മാച്ച് ചെയ്യുമെന്ന്. ഈ സെൽഫ് റിയലൈസേഷൻ, അതിൻ്റെ ഡൂയിൻ എന്ന് പറയുന്ന സിദ്ധാന്തത്തിൻ്റെ ഈ ആധുനിക 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രൊമോട്ടറായിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് പുള്ളിക്കാരൻ്റെ ഡോട്ടറിലോ വരുന്നത്, സെലീന ഡി ലാംഗ്രെ. ഷീ ഹാസ് പുഷ്ഡ് ടു ദി നെക്സ്റ്റ് ലെവൽ. ആക്ച്വലി നമ്മൾ കാൽസ്യമാണ് ബോൺ എന്ന്. പക്ഷേ ഡൂയിൻ ടു ഒക്കെ എഴുതുന്നത് ജാക്കസ് ഡി ലാംഗ്രെയാണ്. ഓക്കെ. സെലീന വാസ് എ ഫോളോവർ ഓഫ് ഡി ലാംഗ്രെ ആസ് വെൽ. ഷീ ടുക്ക് ഇറ്റ് ടു ദി നെക്സ്റ്റ് ലെവൽ, എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇന്നിപ്പോൾ അതൊരു ബ്രാൻഡാക്കി മാറ്റിയതും. അത് മാത്രമല്ല ജനങ്ങളിൽ, അതായത് എല്ലാ രോഗങ്ങൾക്കുമുള്ള ഉത്തരം അവനവനിൽ തന്നെ, എല്ലാ രോഗങ്ങൾക്കുമുള്ള ഉത്തരം നമ്മുടെ ബ്രെയിൻ സെൽസിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നത് വഴി, ചിന്ത ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രോഗം മാറും എന്നുള്ളതാണ് ഡൂയിൻ സിദ്ധാന്തം എന്ന്. അത് മാത്രമല്ല താങ്കളും സോൾട്ടുമായിട്ടുള്ള ബന്ധം, കണ്ണുനീര് സോൾട്ടാണ്, ബ്ലഡ് സോൾട്ടാണ്, മൂത്രം സോൾട്ടാണ്, വിയർപ്പ് സോൾട്ടാണ്. സോ യു ആർ നത്തിങ് ബട്ട് എൻ ഓഷ്യൻ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞ വ്യക്തിത്വവും കൂടാണ്. മാത്രമല്ല അദ്ദേഹം ആർട്ടിഫിഷ്യൽ സോൾട്ടുകളെ പൂർണ്ണമായി നെഗേറ്റ് ചെയ്തു. സീ സോൾട്ട് ഇസ് ദ മസ്റ്റ് എന്ന് വാദിച്ച ആളുമാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ആ സിദ്ധാന്തം ആവിഷ്കരിച്ചതും ഗ്രെയിൻസ് ആൻഡ് സാൾട്ട് സൊസൈറ്റി ഉണ്ടാക്കിയതും. അതുകൊണ്ടായിരിക്കും ഭാരതീയ സംസ്കാരത്തിൽ പണ്ട് അസ്ഥി കൊണ്ട് കടലിലൊഴുക്കി മാതൃക കാണിച്ചു തന്നത് ഇറ്റ് ഹാസ് ടു എൻഡ് വിത്ത് ദ സീ. കാരണം നമ്മളുടെ ബന്ധം അവസാനിക്കുന്നതും തുടങ്ങുന്നതും കടലിൽ നിന്നാണെന്നുള്ളൊരു മാതൃകയാവാം. കാരണം ഈ വിഷയത്തിൽ ലോകത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് പക്ഷേ ജോർജിയോ ഹാസവയാണ്. ഓക്കെ. എങ്കിൽ എന്താ പറയുക, ഒരു ആധുനിക ലോകത്തിൻ്റെ മാസ്റ്ററാണ്. ജാപ്പനീസ്. ഈ ജപ്പാനിലെ ആളുകളുടെ ആയുർദൈർഘ്യം, ലോകത്തിൽ ഏറ്റവും കൂടി ആയുർദൈർഘ്യമുള്ള ആളുകൾ ജപ്പാനിലുണ്ട് എന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഒഹാസവയുടെ പഠനങ്ങളും ഒഹാസവയുടെ നിഗമനങ്ങളുമാണ് എന്നാണ് പറയുന്നത്. 100%. പക്ഷേ അത് ജനങ്ങളിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയത് ജാക്ക് ഡി ലാംഗ്രെയ്ക്കാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് മാത്രമല്ല, ഇപ്പം ജനങ്ങൾക്ക് എല്ലാവരുടെയും വിചാരം കാൽസ്യമാണ് ബോൺ എന്നായിരുന്നു. അത് കംപ്ലീറ്റ് സീ മിനറൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മളുടെ ബോൺ മിനറൽസ് എന്ന് നമ്മളെ അറിയിച്ചതും നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്തതും ഇതിനകത്തും ഈ ജാക്ക് ഡി ലാംഗ്രെയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ജാക്വസ് ഡി ലാംഗ്രെ ബെൽജിയൻ അമേരിക്കൻ ആരോഗ്യ ഭക്ഷ്യ ഗവേഷകൻ. യുഎസിലെയും യൂറോപ്പിലെയും പ്രകൃതിദത്ത ഭക്ഷ്യപ്രസ്ഥാനത്തിൽ സ്വാധീനം ചെലുത്തിയ എഴുത്തുകാരൻ. 2ാം ലോക മഹായുദ്ധകാലത്ത് ജീവിച്ചിരുന്ന അദ്ദേഹം ജർമ്മൻ അധിനിവേശകാലത്ത് വിദ്യാഭ്യാസം നടത്തി. 1944 ശേഷം US ആർമിയിൽ യുദ്ധകുറ്റകൃത്യങ്ങളുടെ അന്വേഷണ വിഭാഗത്തിൽ ഒരു വ്യാഖ്യാതാവ്, ഫോട്ടോഗ്രാഫർ, ഇന്റർവ്യൂർ എന്നീ നിലകളിൽ സേവനം ചെയ്തു. ഡൂയിൻ പോലുള്ള തത്വചിന്തകൾ പരിവേഷണം ചെയ്തിട്ടുള്ള ജാക്വസ് ഡി
ലാംഗുറെ, ശുദ്ധീകരിക്കാത്ത സെൽറ്റിക് കടലുപ്പിന്റെ ഗുണങ്ങൾ വാദിക്കുന്ന ദി ഫസ്റ്റ് ബുക്ക് ഓഫ് ഡൂയിൻ, സീ സാൾട്ടസ് ഹിഡൻ പവേഴ്സ് തുടങ്ങിയ കൃതികൾ രചിച്ചിട്ടുണ്ട്. 1970-കളിൽ പ്രകൃതിദത്ത ഉപ്പും സമഗ്ര പോഷകാഹാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അദ്ദേഹം ഗ്രെയിൻ ആൻഡ് സാൾട്ട് സൊസൈറ്റി സ്ഥാപിച്ചു. പ്രകൃതിദത്തമായ ആരോഗ്യശീലങ്ങൾ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കണമെന്ന വാദത്തിൽ ഉറച്ചുനിന്ന അദ്ദേഹം 1993 നവംബർ 28 അന്തരിച്ചു. അനീഷ പ്ലീസ്. ഇത് താങ്കൾക്കുള്ള ക്യാഷ് അവാർഡ്. താങ്ക് യു. ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം. താങ്ക് യു. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kaiരളിtv.in